കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: നിൻ്റെ വായ് നിൻ്റെ ദേഹത്തിന് പാപകരണമാകരുത്, അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതൻ്റെ സന്നിധിയിൽ പറയുകയുമരുത്. ദൈവം നിൻ്റെ വാക്ക് നിമിത്തം കോപിച്ച് നിൻ്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന് എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വായിൽ വരുന്ന വാക്കുകൊണ്ട് കർത്താവ് നമ്മുടെ കൈയുടെ പ്രയാസങ്ങളെ എന്തുകൊണ്ട് നശിപ്പിക്കണം? ആയതുകൊണ്ട് നാം വാ തുറന്ന് പറഞ്ഞിട്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയി എന്ന് ദൈവസന്നിധിയിൽ പറയാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ മുമ്പ് ദൂതന്മാരുടെ മധ്യത്തിൽ നമുക്കത് ഒരിക്കലും പറയാൻ പറ്റില്ല. കർത്താവെ, ഞാൻ അറിയാതെ പറഞ്ഞു പോയി എന്ന്. നാം മനുഷ്യനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് നീ ക്ഷമിച്ചോ, ഞാൻ അറിയാതെ പറഞ്ഞു പോയി എന്ന് നാം പറയാറുണ്ട്. നാം സംസാരിക്കുമ്പോൾ നാം പറയും 1000 വാക്കുകൾ പറഞ്ഞാലും സ്നേഹമില്ലാത്തൊരു വാക്കുപോലും നാം പറയുവാൻ പാടില്ല. പ്രിയ ദൈവമക്കളെ, നാം ഒരു മനുഷ്യന് നേരായിട്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നാം വളരെ ശ്രദ്ധയോടെ നാം ഉപയോഗിക്കണം. എന്തെന്ന് വെച്ചാൽ അവരുടെ മനസ്സ് മുറിഞ്ഞു പോകും. പക്ഷെ നാം മനുഷ്യനോട് എന്തെങ്കിലും സംസാരിച്ചിട്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയി, അറിഞ്ഞിട്ട് പറഞ്ഞാലും പിന്നെ ഒന്ന് പൂശാൻ കരുതിയിട്ട് പറയും ഞാൻ അറിയാതെ പറഞ്ഞു പോയി, ഒന്നങ്ങ് ക്ഷമിച്ചോ എന്ന്. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ദൈവസന്നിധിയിൽ പറയുവാൻ പറ്റത്തില്ലെന്നാണ്. നമ്മുടെ വാ തുറന്ന് പറയുന്ന കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഉടനെ നമ്മുടെ ആ ഓർമ്മ പുസ്തകത്തിൽ എഴുതി കഴിയുന്നു. നമുക്കറിയാം, ഈ ഇസ്രായേൽ ജനങ്ങളെ മോശ വഴി നടത്തിക്കൊണ്ട് വന്നപ്പോൾ തൻ്റെ സഹോദരിയായ മിരിയാം ഒരു സമയത്ത് ഈ മോശയുടെ ജീവൻ രക്ഷിച്ചത് കൂടെ ഈ മിരിയാമാണ്. എങ്കിലും മോശയെ അവൾ വേറെ ഒന്നും പറഞ്ഞില്ല. ദൈവം നിന്നോട് മാത്രമോ സംസാരിക്കും, ഞങ്ങളോട് സംസാരിക്കത്തില്ലയോ എന്ന് ചോദിച്ച നിമിത്തം അവൾ കുഷ്ഠരോഗിയായി മാറി. ആ ഒരു വാക്ക് നിമിത്തം അവളെ ദൈവം അടിച്ചു. അതുകൊണ്ട് പ്രിയ ദൈവ പൈതലെ, നാം ദൈവസന്നിധി നമ്മുടെ സഹോദരങ്ങളായാലും അപ്പന്മാരായാലും മക്കളായാലും നാം സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ അടികൾ വാങ്ങേണ്ടി വരും. ആയതുകൊണ്ട് പ്രിയ ദൈവ പൈതലെ, എപ്പോഴും നമ്മുടെ വാക്കുകൾ ശ്രദ്ധയോടും അത് ദൈവഹിതപ്രകാരവുമായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഞങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നിമിത്തം ഞങ്ങൾ ശിക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന് ഞങ്ങളുടെ നാവും മനസ്സും ഞങ്ങളുടെ വായകളെ അങ്ങ് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വാക്കുകളായി ഞങ്ങളുടെ വായിൽ നിന്ന് സംസാരിപ്പാൻ, ആരോട് സംസാരിച്ചാലും കൃപയുടെ വാക്കുകൾ ഞങ്ങളുടെ വായിൽ നിന്ന് വരുവാൻ, അങ്ങക്ക് ഹിതപ്രകാരമുള്ള വാക്കുകൾ പറവാൻ, പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ അങ്ങക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചോദിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ പകരണമേ. ഞങ്ങളുടെ ഹിതപ്രകാരം ഞങ്ങളെ നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.